എൻ്റെ പേര് അമൻ. ഞാൻ 16 വയസ്സുകാരനാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും ഞാൻ നിങ്ങൾ എത്ര ഡിഫറെൻ്റ് ആണെന്ന്. അപ്പം എനിക്ക് ജനിച്ച മുതലേ 2 കൈകളില്ല. അപ്പോൾ അതിന് ആ കൈകളില്ല രചിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ട്രെക്കിങ് കുറുമ്പലക്കോട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആ കുറുമ്പലക്കോട്ട് ചെയ്യണതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് കൊൽഫ് ക്ലാസ്സിൽ പോയി. പിന്നെ രാവിലെ മോർണിംഗ് വർക്കൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഈ ജിം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് വെച്ച് ഞാൻ കുറുമ്പലക്കോട്ട് പോകണത് ട്രെക്ക് ചെയ്യാൻ. എനിക്ക് എൻ്റെ കാലിൻ്റെ കരുത്ത് ഈ ലോകത്തിനോ പടയണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ട് ഞാൻ അടുത്ത ട്രെക്കിങ് ഇവിടെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കാണ്. കേരളം കുറച്ച് ബുദ്ധിമുട്ടി, ചളിയായതും കൊണ്ട് കാല് കുത്തി പിടിച്ചത്. അപ്പോൾ കേരളം കുറച്ച് ബുദ്ധിമുട്ടായി. മഴയൊക്കെ പെയ്തപ്പോൾ ലാസ്റ്റ് കിടപ്പ് ഞാൻ കയറി. വീട് പോകുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചളിയൊക്കെ ഉണ്ടായപ്പോൾ കാലൊക്കെ ഒട്ടി പിടിച്ച് ഒരിതുണ്ടായപ്പോൾ വീണെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഓ ഓ ഓ ടാസ്കാണ്. എന്റെ ആഗ്രഹം ഞാൻ നടത്തി. എന്റെ ആഗ്രഹം ഞാൻ അങ്ങനെ നടത്തി. എന്റെ കുറെ കാലത്ത് ആഗ്രഹിച്ചു ട്രെക്കിങ് ചെയ്യാന്നുള്ളത്. അതൊന്ന് ചെയ്ത് ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കുറെ വ്യൂ ഇതൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു. അമനലി എന്ന് പറയുന്നത് ലോക്കോമോട്ടോ ഡിസബിലിറ്റി ബാധിച്ചിട്ടുള്ളത് 16 വയസ്സുകാരനായിട്ടുള്ള ഒരു പയ്യനാണ്. ഈ വൈകല്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സ്വന്തമായി ചലിക്കാനുള്ള പ്രയാസം എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ഫുട്ബോൾ ക്യാമ്പിൽ വെച്ചിട്ടാണ് ആളെ ആദ്യം കാണുന്നത്. ആ സമയത്ത് ആളുടെ വൈകല്യം എന്താണെന്ന് അറിയില്ല. നോർമലി നമ്മൾ കാണുന്ന പോലെ 2 കൈ ഇല്ലാത്തൊരു കുട്ടി എന്നുള്ള ഒരു ധാരണയിൽ മാത്രമേ. പക്ഷെ പിന്നീട് ഞാൻ അവൻ്റെ കാലുകളൊക്കെ ശ്രദ്ധിച്ച് അവൻ്റെ വൈകല്യത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു വന്ന സമയത്താണ് ഇത്തരം ഒരു വൈകല്യമാണ് ആൾക്ക് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത്. പക്ഷെ കാഴ്ചയിലോ പെരുമാറ്റത്തിലോ അവൻ്റെ പ്രവൃത്തികളിലോ അങ്ങനെ ഒരു വൈകല്യം ഉള്ളതായിട്ട് തോന്നിപ്പിക്കുന്നതുമില്ല. Meditation, nose breathe, then mouth breathe out. അമ്മൻ്റെ മാഷ ഡ്രാഗൺ കുംഫുൻ്റെ മാഷ. അപ്പോൾ അമ്മന് ഒരുപാട് ആഗ്രഹമായിരുന്നു ട്രക്കിങ് വരണമെന്നല്ലേ. അപ്പോൾ ഞാനും അമ്മനും അതുപോലെ തന്നെ എൻ്റെ മക്കള് റൈഹാൻ, മിക്കായിൽ, അവർ 2 പേരും കൂട്ടി നമ്മൾ ട്രക്കിങ്ങിന് വന്നാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് ജോലിയാക്കുന്നുണ്ട്. അമ്മന് ഫ്രണ്ട്സുകളെ പോലെ 1-2 ഫ്രണ്ട്സായി നിന്ന് ജോലിയാക്കാണ്. അതുപോലെ തന്നെ അമ്മൻ ഇവിടെ ട്രക്കിങ് കഴിഞ്ഞ് ഇവിടെ മുകളിലെത്തിയ സമയത്ത് വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. പൗലോ കൊയ്ലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായി നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലോകം തന്നെ നമ്മളുടെ കൂടെ അതിനു വേണ്ടി നിൽക്കുക എന്നുള്ളത്. അപ്രതീക്ഷിതമായിട്ട് അവനക്ക് കൊടുത്ത വാക്കായിരുന്നു ഞാൻ നിന്നെ ട്രക്കിങ്ങിന് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത്.